കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് എന്തുവാ? ഏലിയാവിൻ്റെ പ്രാർത്ഥന. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിലും നമുക്കില്ലാത്ത ഒരു ഗുണം പുള്ളിക്കുണ്ടായിരുന്നു. എന്നാ? എന്തുവാ? പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. വേറെ പുസ്തകം ഏലിയാവിനെ ചിത്രീകരിക്കുന്നത് ആസ് എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥന ഒരു മനുഷ്യനായിട്ടാണ് ഏലിയാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ച 5 പ്രാർത്ഥനകളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഏലിയാവ് പ്രാർത്ഥിച്ച 5 പ്രാർത്ഥനകൾ. തൻ്റെ ആയുഷ്കാലം മുഴുവൻ ആകെ ഈ 5 പ്രാർത്ഥിച്ചുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല പറഞ്ഞത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 5 പ്രാർത്ഥനകളേ ഉള്ളൂ ഏലിയാവിൻ്റെ. അതിലാദ്യത്തേത് 2 നമ്മുടെ കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ പ്രാർത്ഥന എവിടെയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? മഴ പെയ്യാതിരിക്കാനാണ്. രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്കത് കാണത്തില്ല അല്ലേ? 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചു എന്നൊന്നും കാണുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത്. എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അതോടുകൂടെ ഏലിയാവിൻ്റെ അവിടുത്തെ പരിപാടി തീർന്നു. പിന്നെ ദൈവമായ ഏലിയാവോട് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ പ്രാർത്ഥിച്ചതായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ലല്ലോ, രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്ന് യാക്കോബ് അപ്പോസ്തലനാണ് നമ്മളോട് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് നമ്മളതിൻ്റെ മറുപടി കാണുന്നത്. എടുത്ത് വായിച്ചാട്ടെ. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അങ്ങ് തൊട്ടു പോകുന്നതേ ഉള്ളൂ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മതി. മഴ അപ്പം ആദ്യത്തെ പ്രാർത്ഥന എന്തോത്തിനായിരുന്നു? മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ജനം പാപം ചെയ്ത് നിന്നെ വിട്ട് പിന്മാറുകയും നീ ആകാശത്തെ അടച്ചു കളഞ്ഞ ദേശത്ത് വറുതി അയക്കുകയും ചെയ്യുമ്പോൾ, ദേശത്ത് മഴ പെയ്യാതെ വറുതി അയക്കുകയും ചെയ്യുമ്പോൾ ഈ ജനം കടന്നു വന്ന് തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നെങ്കിൽ നീ അവരുടെ അപേക്ഷ കേൾക്കണമേ എന്ന് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാ എവിടെ ജനം ദൈവത്തിൻ്റെ വഴി വിട്ടുപോകുമോ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? തടസ്സപ്പെടും, ബ്ലോക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ദൈവ വഴി വിട്ടുപോയ ഒരുത്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? പോയി പ്രാർത്ഥിക്കരുത്. അവൻ മടങ്ങി വന്നെങ്കിലേ അവന് വേണ്ടി എന്ത് ചെയ്യാവൂ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് പറഞ്ഞു, ചുമ്മാ പോയി ആക്കിയൊന്നും കണ്ട് പ്രാർത്ഥിക്കാൻ. ദൈവ വഴി വിട്ടുപോയ ഒരു മനുഷ്യൻ അനുതാപത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരുമോ നിനക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവനെ എന്ത് ചെയ്യും? രക്ഷിക്കും. ദൈവം അവനെ അനുഗ്രഹിക്കും. മഞ്ഞും മഴയും ദൈവം അയച്ചു കൊടുക്കും. ദൈവം മുടക്കിയ സകലതും എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കും. അപ്പോൾ ഏലിയാവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ മഴ പെയ്യാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ആകാശത്തെ എന്ത് ചെയ്തു? അടച്ചു. 3.5 വർഷത്തോളം ദേശത്ത് എന്തില്ല? മഞ്ഞും മഴയും ഒന്നുമില്ല. അതിൻ്റെ ഇടയിലായ എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, നീ പോയി കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരുന്നോ, നിന്നെ പോറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെ ഞാനൊരു ദൂത് പറഞ്ഞുതരാം. ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയെ പോറ്റേണ്ടത് ദൈവത്തിൻ്റെ ചുമതലയാണ്. അത് ദൈവം ചെയ്തോളും. കാരണം ഇപ്പം ദേശം മുഴുവൻ വറുതിയിലായതുകൊണ്ട് ഏലിയാവിൻ്റെ കാര്യം ആകെ എന്തുവാ? ഇവ പരുങ്ങില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
നീ പരുങ്ങാൻ ദൈവം ഇടവരുത്തില്ല. നീ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ? വിശുദ്ധ വേദപുസ്തകം നിനക്കൊരു വാഗ്ദത്തം നൽകി തരുന്നുണ്ട്. ബാലസിംഹങ്ങളും ഇരകിട്ടാണ് വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്ക് വരുത്തത്തില്ലെന്ന്. അത് ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ അനുഭവിച്ചതാണ്. ആരാധനകൾ പോലും ഇല്ലാതെ ആലയങ്ങൾ അടച്ചിട്ടപ്പോഴും നമ്മുടെ എല്ലാ ദൈവദാസന്മാർക്കുമുള്ള എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരാതെ ദൈവം നടത്തുമെന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അത് മുറുകെ പിടിച്ചോണം. എന്നിട്ട് ദാവീദ് വേറൊരു കാര്യം കൂടെ അവിടെ കൂട്ടി പറയുന്നുണ്ട്. ഞാൻ ബാലനായിരുന്നു, ഇപ്പം ഞാൻ വൃദ്ധനായി തീർന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആ സങ്കീർത്തനം എഴുതിയേക്കുന്നത് വയസ്സായതിനു ശേഷമാണ് ദാവീദ് എഴുതിയത്, അല്ലേ? എങ്ങനെ തെളിവ്? അതിനകത്ത് ഇൻറ്റേർണൽ എവിഡൻസസ് എന്ന് പറയും അതിനെ. ഒരു കാര്യം നമ്മൾ പഠിക്കാൻ നേരത്ത് ഇൻറ്റേർണൽ എവിഡൻസ്, അകത്തുനിന്നുള്ള തെളിവുകൾ നമ്മൾ നോക്കും. അതിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, ഇതപ്പം ദാവീദ് ഇടയച്ചെറുക്കനായിരുന്ന കാലത്ത് എന്ത് ചെയ്തല്ല, എഴുതിയതല്ല. അന്ന് നല്ല ചോരത്തിളപ്പുള്ള സമയമാണ്, ചെറുപ്പമാണ്. ഇവിടെ ദാവീദ് എഴുത്തുകാരൻ തന്നെ പറയുന്നു, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായി തീർന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്തോ മനസ്സിലാക്കുന്നേ? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വേദോസം നോക്കിയേ, അത് തെളിയിക്കണമെങ്കിൽ തന്നെ വേദോസത്തിന് ഒത്തിരി തെളിവുകൾ ഞാൻ എടുത്തു തരാം. നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ദാവീദ് കണ്ടിട്ടില്ല. ദാവീദ് അന്വേഷിച്ച് കാണും അവൻ്റെ രാജ്യത്ത് എവിടെങ്കിലും. അതിൻ്റെ ഒറ്റ തെളിവല്ലോ അവൻ തന്നെ ആ തെളിവ്. യോനാഥാൻ്റെ മകന് അവൻ കാണിച്ച മഹാദയ ജനഭാഗം വിടുക. ഇന്റേണൽ എവിഡൻസ്. ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദേശം മുഴുവനും ക്ഷാമത്തിൽ കഴിയുമ്പോഴും ഒരു ഭക്തനെ ദൈവം ഇവിടെ പോറ്റുക. എങ്ങനെ? കെരീത്തോട്ടിൻ്റെ കയ്യിൽ ഒളിച്ചിരിക്കും. ഒരു മനുഷ്യനും അറിയത്തില്ല എവിടെ ഇവനെന്ന്. അവിടെ ഒളിച്ചിരിക്കുന്ന തൻ്റെ ഭക്തനെ ദൈവം അദൃശ്യമാർഗങ്ങളിലൂടെ ദൈവം പോറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞു. ദൈവം അവനോട് അടുത്ത് പറഞ്ഞു, നീ എഴുന്നേറ്റ് സാരാഫാത്തിലോട്ട് പോകാൻ പറഞ്ഞു. സാരാഫാത്തിൽ ചെന്നു. അവിടെ ദൈവം അത്ഭുതകരമായിട്ട് അവനെയും പോറ്റി. അത് കഴിഞ്ഞേച്ച് അതിനിടയിൽ സാരാഫാത്തിൽ ചെന്നപ്പോഴാണ് അടുത്ത ഒരു പ്രത്യേക പ്രാർത്ഥന ആവശ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടുവാ താൻ താമസിച്ചിരുന്ന വീട്ടിലെ ആ അമ്മച്ചിയുടെ മോൻ അങ്ങ് എന്ത് ചെയ്തു? മരിച്ചുപോയി. ഏലിയാവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തുന്നത് അവിടെ സാരാഫാത്തിലുള്ളവൻ്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ്. വിധവയുടെ മകന് വേണ്ടി ഉള്ളൊരു പ്രാർത്ഥന. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിന്നെ ദൈവം ഒരു ദേശത്ത് കൊണ്ടുപോയി ആക്കിയെങ്കിൽ നിന്നോട് കരുണ കാണിച്ചവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തോണം. കാരണം ആ ദേശത്ത് എന്ന് ആ വിധവ അവനെ സ്വീകരിച്ചു, ആഹാരമൊക്കെ നൽകി കൊടുത്തു. ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഏലിയാവ് ആ വിഷയത്തിന്മേൽ ദൈവത്തോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ, നിന്നെ കൈത്താങ്ങൽ ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ, നീയുമായി ഇടപെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞ് മരിച്ചു. ഏലിയാവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന കാണുന്നത് ആ കുഞ്ഞിന് ജീവൻ നൽകി കൊടുക്കുക. അതും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതായതുകൊണ്ട് അവിടെ ഞാൻ ഇനി സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഈ മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഏലിയാവിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ
26 സന്ദർഭം നമുക്കറിയാമല്ലോ ഏതാന്നുള്ളത്. ഇതാ ദേശം മുഴുവനും ക്ഷാമത്തിൽ മുന്നോട്ട് നീങ്ങുക. ഏലിയാവിൻ്റെ ദൂതനുസരിച്ചാണ് ദൈവം ആകാശത്തെ എന്ത് ചെയ്ത് കെട്ടി മഴയില്ല 3.5 വർഷമായിട്ട്. ഇനി ആ ദേശത്തിൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുത്തേണ്ടതിന് ദൈവം തീരുമാനിച്ച് ഏലിയാവിനെ വീണ്ടും ഇറക്കുക. ഏലിയാവ് എന്ന ദേശത്തിലുള്ള ആ ഭാഗം നിങ്ങൾ പഠിക്കണം. വളരെ രസകരമായ കുറേ ചിന്തകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവനും അവൻ എന്ത് ചെയ്തിരിക്കുന്നത് അറിയാമോ? കൂട്ടിവരുത്തി. 15 വാക്യം. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഗോ ആൻഡ് യു ഷോ യുവർസെൽഫ് ടു ദ കിങ്. നീ നിന്നെ തന്നെ പോയി രാജാവിന് മുഖം കാണിക്കുക. അങ്ങനെ ആഹാബിൻ്റെ അടുക്കൽ ചെന്ന് താന് ദൈവകൽപ്പന പ്രകാരമാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് അവനെ അറിയിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 19 വാക്യം. ഏലിയാവ് പറയുകയാണ്, ഓക്കെ, നീ സേവിച്ചു വരുന്ന, അതായത് ഇസ്രയേൽ ജനം ആ സമയത്തേക്ക് സമ്പൂർണ്ണ വിഗ്രഹാരാധികളായി എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുന്നു. ആകെ ഇസ്രയേലിൽ 7000 പേര് മാത്രമേ വിശ്വാസികളായിട്ടുള്ളൂ, സത്യദൈവത്തെ ആരാധിക്കുന്നവരായിട്ടുള്ളൂ. അതെങ്ങനെ കിട്ടി? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്നു, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് എനിക്ക് ഈ രാജ്യത്ത് ഉണ്ട്. ബാക്കി മുഴുവനും എന്ത് ചെയ്തെന്നറിയാമോ? അശേരാ പ്രതിഷ്ഠയുടെയും വിഗ്രഹാരാധികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ അവരെയെല്ലാം വിളിച്ച് വരുത്തി കർമ്മേലിൽ അവർക്ക് ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ പോരാട്ടത്തിൻ്റെ വേദിയായിട്ട് കർമ്മേലിനെ തിരഞ്ഞെടുത്തു. ഞാൻ ചിന്തിച്ചു, വൈ കർമ്മേൽ? എന്തുകൊണ്ടാണ് കർമ്മേലിനെ തിരഞ്ഞെടുക്കാൻ കാരണം? വേറൊക്കെ വായിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കണം, വൈ കർമ്മേൽ? എന്തുകൊണ്ടാണ് ദൈവം കർമ്മേലിൽ ഇത് ചെയ്യാനായിട്ട് പറഞ്ഞത്? നിങ്ങളവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും. ദൈവാരാധന ഒരു കാലത്ത് വെളിപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കർമ്മേൽ. എങ്ങനെ അറിയാം? സാറിപ്പം പറഞ്ഞുകൊണ്ടറിയാമല്ലേ? ഇന്റേണൽ എവിഡൻസ്, അകത്തുള്ള തെളിവുകൾ നോക്കാം. കർമ്മേലിൽ യാഗത്തിന് ചെല്ലുന്ന ഏലിയാവ് ആദ്യം ചെയ്തത് എന്തുവാ? അപ്പം അവിടെ ഒരു യാഗപീഠം ഓൾറെഡി ഉണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെ കിടക്കുക? ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. കർമ്മേല് ദൈവാരാധന അതിശക്തമായി വെളിപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ടും ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ശുശ്രൂഷ കൊണ്ടും കർമ്മേലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനു മുമ്പ് പലയിടത്ത് കാണാൻ വേറെ പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു കർമ്മേൽ. പക്ഷേ ഇപ്പോൾ കർമ്മേലിൻ്റെ അവസ്ഥ എന്നാണെന്നറിയാമോ? യാഗപീഠങ്ങളൊക്കെ ഇടിഞ്ഞ് ആരാധനകൾ നടന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? വർഷങ്ങളായിരിക്കുന്നു. ജനമെല്ലാം വിഗ്രഹാരാധനയിലേക്ക് മാറി. കർമ്മേലിൽ അന്യദൈവാരാധനകളുടെ യാഗപീഠങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒത്തിരി വളർന്നു വന്നിരിക്കുക. ആകെ ഉണ്ടായിരുന്ന ഒരു യാഗപീഠം അത് ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ആരാധനകൾ ഇപ്പോൾ ആരാധന ഇല്ലാതെ എന്ത് ചെയ്തിരിക്കുന്നു? കോവിഡ് കഴിഞ്ഞോട്ട് കൂടെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ സഭയും ഇല്ലാതായി, അവിടെ ആരാധനയും ഇല്ലാതായി. ഒരു കാലത്ത്
ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ, ഞാൻ ആലയങ്ങളെ മാത്രമായിട്ട് പിടിക്കുന്നില്ല, വീടുകളും. ഒരു കാലത്ത് ദൈവത്തെ സ്തുതിച്ചിരുന്ന ഭവനങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന വീടുകൾ, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും ശബ്ദമുയർന്ന അനേക ഭവനങ്ങൾ യാഗപീഠം ഇടിഞ്ഞ് കിടക്കുക. പകരം അവിടെ എന്ത് ഉയർന്നിരിക്കുന്നു? ഇപ്പോഴ് അന്യദൈവാരാധന സ്തംഭങ്ങളും സ്തൂപങ്ങളും ഉയർന്നിരിക്കുക. അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് ഭാഗം വിടുക. അതുകൊണ്ട് ദൈവം കർമ്മേലിലേക്ക് തന്നെ ദൈവം തൻ്റെ പ്രവാചകനെ നയിക്കുക ചെയ്യുന്നത്. എവിടെ ദൈവാരാധന പൊളിഞ്ഞു പോയോ, ഇല്ലാതായോ, തകർന്നു പോയോ, അവിടെ ആരാധന പുനഃസ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ട ഒരുവനായിരുന്നു ദൈവത്തിൻ്റെ ദാസനാകുന്ന ഏലിയാവ്. ഞാൻ ദൈവസഭയോടൊരു ദൂത് പറയാം. എവിടെങ്കിലും ആരാധനകളില്ലാതെ കിടക്കുന്നുവോ അതിനെ പുനരുദ്ധരിക്കാനായിട്ടുള്ള ഒരു സമർപ്പണത്തോടെ നാം ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുമെങ്കിൽ ദൈവം തന്നെ മഹത്വത്തോട് വെളിപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർമ്മേലിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ, ഒരു കാലത്ത് ആരാധനയുടെയും ദൈവമഹത്വത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാൽ നടത്തപ്പെട്ട അത്യുജ്വലമായിരിക്കുന്ന ശുശ്രൂഷയൊക്കെ നടന്ന കർമ്മേലിപ്പോഴ യാഗപീഠം പൊളിഞ്ഞ് ആരാധനയില്ലാതെ ശൂന്യമായി കിടക്കുക. ഏലിയാവ് അവിടെ ചെന്ന കർമ്മേൽ എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, കർമ്മേൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇറ്റ്സ് എ ഗാർഡൻ, പൂന്തോട്ടം എന്ന അതിൻ്റെ അർത്ഥം. അവിടേക്കാ ഏലിയാവ് ഇപ്പം കടന്നിരുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട അവസ്ഥ എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ യാഗപീഠം അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ആകെ തകർന്നു കിടക്കുക. ഏലിയാവ് ആദ്യം ചെയ്തത് എന്നാണെന്നറിയാമോ? ഹി റീഎസ്റ്റാബ്ലിഷ്ഡ് ദ വർഷിപ്പ്, റീഎസ്റ്റാബ്ലിഷ് ദ സാക്രിഫൈസ്. യാഗപീഠത്തിൽ ആരാധന പുനഃസ്ഥാപിച്ചു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരണമെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് റീഎസ്റ്റാബ്ലിഷ് യുവർ വർഷിപ്പ്. നിൻ്റെ ആരാധനയെ നീ ഒന്ന് പുനഃസ്ഥാപിക്കുക. നിനക്ക് ഒത്തിരി എക്സ്ക്യൂസ് പറയാനുണ്ടായിരിക്കും. നിൻ്റെ വരൾച്ചയുടെയും നിൻ്റെ തകർച്ചയുടെയും എല്ലാം കാരണം എന്നാണെന്നറിയാമോ? നിൻ്റെ ആരാധന അലങ്കോലപ്പെട്ടെന്നുള്ളതാ. ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്, തകർന്നു കിടക്കുക. കർമ്മേൽ ഏലിയാവ് ആദ്യം ചെയ്തത് റീഎസ്റ്റാബ്ലിഷ് ദ വർഷിപ്പ്. ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ ജനത്തോട് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു, ടു റീഎസ്റ്റാബ്ലിഷ് ദ ലോസ്റ്റ് വർഷിപ്പ്. നഷ്ടപ്പെട്ട ആരാധനയെ നമുക്ക് ഒന്ന് പുതുക്കിയെടുക്കാം. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യത്തെ നമുക്ക് മടക്കിയെടുക്കാം. നഷ്ടപ്പെട്ട യാഗപീഠങ്ങളെ, പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിത് നമുക്കത് ദൈവത്തിൻ്റെ ആരാധന നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? റീഎസ്റ്റാബ്ലിഷ് ചെയ്യാം. വീണ്ടും നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവിക ആരാധനയിലേക്ക് നമുക്ക് ജനത്തെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ഓഫ് റിവൈവൽ. ഉണർവ് ആവശ്യമാണോ? ആദ്യം നടക്കേണ്ടത് റീഎസ്റ്റാബ്ലിഷിങ് ദ വർഷിപ്പ്, ആരാധനയെ പുനഃസ്ഥാപിക്കുക. എല്ലാ ഭവനങ്ങളിലും, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ ആരാധന, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമുക്കൊന്ന് പുതുക്കി പണിയാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് വായിക്കാം നമുക്ക്. അങ്ങനെ കർമ്മേലിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവരെ കൂട്ടിവരുത്തിയിട്ട് യാഗപീഠത്തെ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ പണിയുകയാണ്. 24-ാം വാക്യം. എന്നിട്ട് ഇവന് ഏലിയാവ് ഒരു ചാലഞ്ച് വെക്കുകയാണ്. എന്താണ് വെച്ചേക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ശ്രദ്ധിച്ചാട്ടെ, ഏലിയാവ് സേവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. അതെന്നെ അങ്ങനെ പറയാൻ കാരണം, വരൾച്ച പ്രാപിച്ചിരിക്കുന്ന
ഈ ജനത്തോട് പറയേണ്ട ശരിക്കും എന്തുവാ? നമ്മളാണെങ്കിൽ എന്താ പറഞ്ഞത്? മഴ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം എന്നല്ലേ പറയണ്ടേ? ഇപ്പോൾ ആവശ്യം അതല്ലേ? എൻ്റെ ഒപ്പം ഉണ്ടോ? ശരിക്കും ഇപ്പോൾ ആവശ്യം എന്തോ ഇവർക്ക് അല്ലേ? വെള്ളമാപം. അപ്പോൾ ഇവിടെ ശരിക്കും എന്തുവാ വെക്കേണ്ടത്? ഈ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവം, അതാ ശരിയായ ദൈവം ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് വരുമ്പോൾ ആളുകൾ വരുമ്പോൾ പറയില്ലേ, ഞങ്ങളുടെ ഇവിടെ റോഡ് ശരിയാക്കിയിട്ടില്ല, നിങ്ങൾ റോഡ് ശരിയാക്കി തരുന്ന പാർട്ടിക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് തരും? വോട്ട് ചെയ്യും. അവിടെ ആരെങ്കിലും പറയാനുണ്ടോ തീ കൊണ്ട് ഉത്തരവുള്ള ദൈവം ആരാധന, നിങ്ങളുടെ ദൈവം ആരാധന? ഇല്ലില്ല. അവരുടെ പ്രശ്നത്തിന് ആര് പരിഹാരം കൊടുക്കുന്നോ അവനെ ഞങ്ങൾ എന്ത് ചെയ്തോളാം ദൈവമായിട്ട്. ദാറ്റ് ഈസ് ദ മോബ് സൈക്കോളജി. അതാണ് ഇപ്പോഴത്തെ ജനത്തിൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നത്തിന് നിൻ്റെ ദൈവം മതിയായതാണെങ്കിൽ ഞാൻ നിൻ്റെ ദൈവത്തെ എന്ത് ചെയ്തോളാം? സേവിച്ചോളാം. ഇല്ലയോ? എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൂശിൽ കിടന്നപ്പോഴും ഒരു കൂട്ടർ പറഞ്ഞില്ലയോ, നീ ദൈവമാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വായ, ഞങ്ങളെയും കൂടെ രക്ഷിക്കും, ഞങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ പെന്തിക്കോസിൽ ചേരാം ഇല്ലേ? അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അടുത്ത് ഒത്തിരി ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇല്ലേ? ഇല്ലേ, വൈദ്യശാസ്ത്രവും കളഞ്ഞ് എല്ലാം കളഞ്ഞ് തീരെ ഒന്നിനും കൊള്ളാത്ത ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് വെച്ച് പാർശ്വം ഒന്ന് പ്രാർത്ഥിച്ച് ഇവനെ നേരെയാക്കി തന്നു കഴിഞ്ഞാൽ, സൗഖ്യമാക്കി തന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഞങ്ങൾ മുഴുവൻ ചേരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. പണ്ടൊക്കെ ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ മനസ്സിലായി ഇത് കളിപ്പീരാണ്. തമ്പുരാനെ കളിപ്പിക്കുന്ന കൂട്ടത്തിലാണോ നമ്മളെ കളിപ്പിക്കാൻ പാട്? എന്തെല്ലാം പറഞ്ഞാൽ ഇവർ വരുന്നതെന്നറിയാമോ? ഇവരൊന്നും വരത്തില്ല. ഇത് ജനം എപ്പോഴും വെക്കുന്ന, ജനത്തിന് ആവശ്യം വിച്ച് ഗോഡ് വിൽ ആൻസർ അവർ പ്രോബ്ലം. ഏത് ദൈവമാ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുന്നേ? ഞങ്ങളോടൊക്കെ ഒത്തിരി ആളുകൾ ഒന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കൂടെ ചേർന്നാൽ വീട് കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, ഇത് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേക്കാം? ഞങ്ങളുടെ അവിടെ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്, അവർ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ എന്ത് ചെയ്തേക്കും? ചേർന്നേക്കും. ചുമ്മാതാന്ന് മനസ്സിലായി, നമ്മുടെ കാശ് പോയെന്നല്ലാതെ ഒരു ഗുണവുമില്ല. മൂന്നാമത്തെ വീട് വെച്ച് കൊടുത്തു, അവരും ഇല്ല, കാശും പോയി, എല്ലാം പോയി എന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. അവർക്ക് പരിഹാരം മാത്രം മതി. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് ഏലിയാവ് വളരെ ശക്തമായ ഒരു പദം ഉപയോഗിക്കുന്നത് കണ്ണിങ് അല്ല, ഷ്രൂഡായിട്ടാണ് ഉപയോഗിച്ചത്. എന്തുവാ? മഴ പെയ്യിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം എന്നല്ല പറഞ്ഞത്, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ആണോ? അങ്ങനെ തന്നെയാണോ? അവിടെ ആന്ന് പറയാമോ നമുക്ക്? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. നമ്മുടെ ദൈവത്തിനുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? മറ്റ് ദൈവങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഏലിയാവ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, മഴ പെയ്യിക്കുന്ന ദൈവമല്ല. നമുക്കൊരു യാഗം അർപ്പിച്ചു നോക്കാം. ഏത് യാഗത്താലാണ് മഴ പെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? ആ ദൈവത്തെ സേവിക്കാമെന്നല്ല പറഞ്ഞത്, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ഏലിയാവിന് അത്ര ഉറപ്പുണ്ട്. എങ്ങനെയാണ് ഈ ഉറപ്പ് ഏലിയാവിന് കിട്ടിയത്? ഈ ദൈവം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണെന്ന് ഏലിയാവിന് എങ്ങനെ അറിയാം? വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? മോശയോട് ദൈവം ഉൾപ്പെടപ്പില്ല. പിന്നെ വേറെ വല്ലതും? ശലോമോന്റെ ആലയത്തിൽ തീ കത്തിയോ? ഇല്ല, പുകയുണ്ടായുള്ളൂ അവിടെ. എവിടെ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം? ന്യായാധിപന്മാരുടെ, ഞാൻ മുമ്പൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചു ഞാൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാഞ്ഞേ. അവിടെ മനോഹ ദൈവത്തിനൊരു യാഗം അർപ്പിക്കുന്നുണ്ട്. എവിടെല്ലാം ദൈവത്തിന് യാഗം അർപ്പിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ആ യാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ദഹിപ്പിക്കുന്നുണ്ട്. എവിടൊക്കെ ദൈവസ്ഥന് യാഗം അർപ്പിക്കുന്നുണ്ടോ ആ യാഗത്തിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ യാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ദഹിപ്പിക്കുന്നുണ്ട്. ഓർക്കുന്നോ നിങ്ങൾ? മനോഹയുടെ ഇതെല്ലാം കൊണ്ട് ഒരുക്കി വെച്ചേച്ച് പറഞ്ഞു, അവൻ ഉത്തരവാദിത്തം ഈ വടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ വെച്ച് പാറമേൽ വെച്ചേച്ച് എന്ത് ചെയ്യുന്നു? ദൂതൻ ഇറങ്ങി വന്ന് തൻ്റെ വടിയുടെ അറ്റം കൊണ്ട് അതൊന്ന് തൊട്ടു. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ ഈ ദൈവം തീ കൊണ്ട് ഉത്തരമരുളുന്നത് അവനറിയാം. അപ്പോൾ അവന് ഒരു കാര്യം പറഞ്ഞു മനസ്സിലുണ്ട്, എൻ്റെ ദൈവത്തിന് മാത്രമേ തീ കൊണ്ട് ഉത്തരമരുളാൻ ഒക്കത്തുള്ളൂ.
ഇസ്രായേലിന്റെ ദൈവത്തിന് മാത്രമേ തീ കൊണ്ട് ഉത്തരമല്ലാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് യാഗത്തിൽ ദൈവം പ്രസാദിച്ചോ ഇല്ലയോ എന്നറിയുന്നത് സ്വർഗീയ അഗ്നി അവിടെ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളതാ. അതുകൊണ്ടാണ് ആ മൈൻഡ് സെറ്റാ യഹൂദന്മാരുടെ മുഴുവനും. ഏത്? ദൈവം പ്രസാദിക്കുന്നിടത്ത് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ തീ ഇറങ്ങും. അതാണ് പെന്തക്കോസ് നാളില് ആത്മാവ് ഇറങ്ങാൻ നേരത്ത് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ ഇറങ്ങാൻ കഴിഞ്ഞത് ഞാൻ നിന്നിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. പോണ്ടോ? അവരുടെ മൈൻഡ് സെറ്റ് അതാ. ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ സ്വർഗീയ അഗ്നി ഇറങ്ങി വന്ന് ആ യാഗത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ആ മൈൻഡ് സെറ്റുള്ള ജനത്തോട് അത് അവിടെ മാത്രമേ നടന്നുള്ളൂ. ബാക്കിയൊന്നും വേറെ എങ്ങും എന്ത് ചെയ്തിട്ടില്ല. പിന്നെ തീ ഇറങ്ങിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അന്യഭാഷകളിൽ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് മാളിക മുറിയിൽ മാത്രമാണ് അഗ്നി പോലുള്ള നാവുകൾ പ്രത്യക്ഷമായത്. That was an approval. അവരുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ആ അഗ്നിനാള് വെളിപ്പെട്ടത്. അതുകൊണ്ട് ഏലിയാവ് പറയുക, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. എന്തുകൊണ്ടാണ് മറ്റൊരു പെട്ടെന്ന് സമ്മതിക്കാൻ കാരണം? ബാലിനെ സേവിക്കുന്നെങ്കിൽ ഇവരാരാ? ഒറിജിനലി ആരാ? ഇപ്പം ബാലിനെ ആരാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പം അശേരാ പ്രതിഷ്ഠകളെ ഇവരാരും എന്തല്ല? ജാതികളല്ല. ഇവരൊക്കെ ആരാ? ഇസ്രായേലരാ, ദൈവത്തിന്റെ ജനം തന്നെ. പക്ഷെ ആരാധിക്കുന്ന ആരെയാന്നേ ഉള്ളൂ? അശേര പ്രതിഷ്ഠയാണെന്നുള്ളൂ. ആരാധിക്കുന്ന ആരെയാ? ബാലിന്റെ ദൈവങ്ങളെയാണെന്നേ ഉള്ളൂ. പക്ഷേ റൂട്ട് വേറെ എവിടെ? ഇപ്പോഴും പഴയതിൽ തന്നെ. അതുകൊണ്ട് ഇത് കേട്ട വഴി അവർ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു. എഗ്രീസ്. ബാക്കി കാര്യം നമുക്കറിയാം. ആദ്യം അവർക്ക് ചാൻസ് കൊടുത്തു. അവരെല്ലാം ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് വെട്ടി കീറി വെച്ചു. രാത്രി തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ദൈവത്തെ വിളിച്ചു. അവസാനം ഒരു കാര്യം, തന്നെത്താൻ മുറിവേൽപ്പിച്ചും കൂടെ രക്തം ചിന്തിച്ചും കൂടെ അവരെന്ത് ചെയ്തു? അവരുടെ ദൈവനെ വിളിച്ചപേക്ഷിച്ചു. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ജാതീയ ആരാധനകളുടെ ഒരു ഭാഗമാണ് സെൽഫ് ടോർച്ചറിങ് ആൻഡ് ബ്ലഡ് ഷെഡിങ്. കണ്ടിട്ടില്ലയോ? അതൊക്കെ ആയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു തീയും വരുന്നില്ല. അവസാനം ഏലിയ പറഞ്ഞു, വാ ഇനിങ്ങ് വാ. എല്ലാം ചാടി ക്ഷീണിച്ചല്ലോ. പണിതു, യാഗപീഠത്തെ പണിതു, അതിന് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ചു. എല്ലാം കഴിയും. എന്തിനാ വെള്ളം ഒഴിപ്പിച്ചതെന്നറിയാമോ? ഇവൻ ആൾ തരികട ആയതുകൊണ്ട് ചിലപ്പോൾ ഞാകണം മകത്തങ്ങണം വല്ലതും കൊണ്ട് ഇട്ടോന്ന് പറയാതിരിക്കാൻ വേണ്ടി സകല തെളിവ് നശിപ്പിച്ചു. ഒരു കാരണവും ഇനി എന്ത് ചെയ്യരുത് പറയാതിരിക്കാൻ മുഴുവൻ നനച്ച് മുഴുവൻ വെള്ളത്തിൽ കുളിപ്പിച്ചു. ഏലിയാവിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന അവിടെ കാണാം. എന്നാ ഏലിയാവ് അതിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 36-ാം വാക്യം. നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പനയാൽ ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരുമാറാകണമേ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. ഈ ജനത്തെ ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ദ തേർഡ് പ്രയർ ഓഫ് എലൈജ. ഏലിയാവിൻ്റെ 3-ാമത്തെ പ്രാർത്ഥന. നമ്മൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കും. അതോടെ പറഞ്ഞേച്ചങ്ങ് നിർത്താം. എന്നാ പരിപാടി ആയെന്നറിയാമോ ഇവിടെ? അല്ലേ? ഒരു 2 മണിക്കൂർ വർഷിപ്പും എല്ലാം നടത്തി ഒരു പെർഫോമൻസ് കഴിഞ്ഞേച്ചേ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ? തീ ഇറങ്ങത്തുള്ളൂ. നമ്മളിതൊരു ഷോ ആക്കി മാറ്റിയേനെ. വളരെ ലളിതമായൊരു പ്രാർത്ഥന. കാരണം എന്നാ? ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതെല്ലാം അതിന് മുൻപ് ക്രമപ്പെടുത്തി.
യാഗപീഠത്തിൻ്റെ കേടുപാടുകൾ മുഴുവനും നിർത്തുക. ആ യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ വെച്ച് കഴിഞ്ഞ് ഒരു ഉടായിപ്പും അതിനകത്ത് കാണിക്കാതെ, ഒരു കള്ളത്തരവും കാണിക്കാതെ, ദൈവത്തിൻ്റെ നാമം മാത്രം മഹിമപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ എവിടെ ആരാധന നഷ്ടപ്പെട്ടോ, എവിടെ ദൈവസ്തുതി നഷ്ടപ്പെട്ടോ, എവിടെ ദൈവ സാന്നിധ്യം ജനത്തിന് നഷ്ടപ്പെട്ടു പോയോ, ആ സ്ഥാനത്ത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന. ദാറ്റ്സ് ദ തേർഡ് പ്രയർ ഓഫ് എലൈജ. ഞാൻ വാക്കുകൾക്ക് സമാപ്തി കുറിക്കുക. ഈ ഒരാഴ്ചയിലെ പ്രാർത്ഥന നമ്മുടെ അവിടെ അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവേ, നിൻ്റെ മഹത്വം എവിടെ നഷ്ടപ്പെട്ടു പോയോ, നിൻ്റെ പേരെവിടെ നഷ്ടപ്പെട്ടു പോയോ, യഹോവയുടെ നാമം എവിടെ പഴിക്കപ്പെട്ടോ, എവിടെ ദൂഷിക്കപ്പെട്ടോ, ദൈവത്തിൻ്റെ നാമം എവിടെ അപമാനിക്കപ്പെട്ടോ, അവിടെ നിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. അവിടെ നിൻ്റെ നാമത്തെ ഉയർത്തപ്പെടുവാൻ, നിൻ്റെ നാമം ഉയർത്തുവാനായി കർത്താവേ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നിനക്ക് പ്രാർത്ഥിക്കാമോ? നിൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗീയ അഗ്നി ഇറങ്ങിയിരിക്കും. നീ എന്ത് പറഞ്ഞോ അത് തന്നെ ദൈവം ആ പ്രാർത്ഥനയിൽ ചെയ്തിരിക്കും. അത് തന്നെ ജനം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവസ്ഥലം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ആഴ്ച ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഈ ഉറപ്പോടെ, ഈ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. കർത്താവേ, ഐ വാണ്ട് ടു ലിഫ്റ്റ് യുവർ നെയിം where your name was crucified. നിൻ്റെ നാമം പഴിക്കപ്പെട്ടെടുത്ത്, നിൻ്റെ നാമം ദുഷിക്കപ്പെട്ടെടുത്ത്, നിൻ്റെ നാമം അപമാനിക്കപ്പെട്ടെടുത്ത്, നിൻ്റെ യാഗപീഠങ്ങൾ പൊളിക്കപ്പെട്ടെടുത്ത്. ഭാരതത്തിൽ അനേക ദേവാലയങ്ങൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തകർക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് എന്നെ അയക്കണമേ. ടു ബിൽഡ്, അത് പണിയുവാൻ, അവിടെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ, അവിടെ ജീവനുള്ള ദൈവം നീ തന്നെ എന്ന് വെളിപ്പെടുത്തുവാൻ കർത്താവേ ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് നിനക്ക് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ദൈവം നിന്നിലൂടെ അത് ചെയ്യാൻ പോവുക. ഈ സഭയിലൂടെ ദൈവം അത് ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ അഭിഷക്തനായിരിക്കുന്നതിൻ്റെ ദാസൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ കണ്ടു. അത് കർത്താവ്, എവിടെ യാഗപീഠം ഇടിഞ്ഞു കിടന്നോ, എവിടെ ആരാധന നിന്നുപോയോ, എവിടെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടോ, എവിടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടോ, എവിടെ യാഗപീഠങ്ങൾ ശൂന്യമാക്കപ്പെട്ടോ, ആ സ്ഥാനങ്ങളിലേക്ക് കടന്നു നിന്ന് ശൂന്യമാക്കപ്പെട്ടതിനെ വീണ്ടും പണിയുവാൻ, ശൂന്യമാക്കപ്പെട്ട ചിലതിന്മേൽ വീണ്ടും പണിയുവാൻ, ശൂന്യമാക്കപ്പെട്ട വ്യക്തികൾ, ശൂന്യമാക്കപ്പെട്ട കുടുംബങ്ങൾ, ദൈവത്തിൻ്റെ നാമം അപമാനിപ്പിച്ച കുടുംബങ്ങൾ, ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്തി ജീവിക്കുന്ന ചില കുടുംബങ്ങളുടെ അടുക്കൽ കടന്നു ചെന്ന, വ്യക്തി ജീവിതങ്ങളുടെ അടുക്കൽ ചെന്ന ദൈവത്തിൻ്റെ നാമത്തെ പണിതെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നീ അത് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന ചില ഭവനങ്ങൾ, യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന ചില വ്യക്തികൾ, യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന ചില സഭകളിൽ കർത്താവെ കടന്നു ചെന്ന, യാഗപീഠത്തെ പുനഃപണിത് പ്രതിഷ്ഠ ചെയ്ത, പുതുതായിട്ട് പണിത ദൈവത്തിൻ്റെ ആരാധന വെളിപ്പെടുത്തുക അടിയങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.